Kaiser test for independence of attributes യൂസ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് ഈ അതില് ഇപ്പൊ എ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലെവലും ബി എന്ന് പറയുന്നത് ജെൻഡറും ആയിട്ട് എടുത്തു. എഡ്യൂക്കേഷണൽ ലെവലിനെ നമുക്ക് പല ക്ലാസിഫൈ ചെയ്യാം അല്ലെ. SSLC, +2, ഡിഗ്രി, PG, എബോ അല്ലെ. അതുപോലെ ജെൻഡർ എന്ന് പറഞ്ഞാൽ അതിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മെയില് ഫീമെയില്, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത കാറ്റഗറി. അപ്പൊ നമുക്ക് അങ്ങനെ മൂന്ന് സബ് ഡിവിഷൻ ബിക്കും വരും, മൂന്നിൽ കൂടുതൽ സബ് ഡിവിഷൻ എക്കും വരും. അപ്പൊ ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കൈസ്കർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡാറ്റ നമുക്കൊരു ടേബിൾ ഫോമിലാണ് തരിക. ആ ടേബിളിനെ നമ്മൾ കണ്ടിൻജൻസി ടേബിൾ എന്നാണ് പറയുക. അതെങ്ങനെയാണെന്ന് തിയറി പറയുമ്പോ പറയാം. ഓക്കെ, എഴുതാം. Let there be two attributes A and B. Let there be two attributes A and B, capital A and capital B. Full stop. അല്ലെങ്കിൽ കോമ ഇടാം, കോമ. For example, gender versus educational level. For example, gender versus educational level, comma, smoking habit versus cause of death, smoking habit versus cause of death, and so on, and so on. Suppose the two attributes A and B, suppose the two attributes A and B divided into suppose two attributes A and B എന്നുള്ളത് അത് ക്യാൻസൽ ചെയ്യാട്ടാ, അങ്ങനെയല്ല എഴുതേണ്ടത്, തെറ്റുപറ്റിയതാണ്. സപ്പോസ് മുതൽ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇനി പറയുന്നത് എഴുതുക. സപ്പോസ് A divided into നൽകുക. സപ്പോസ് ദ ടു ആട്രിബ്യൂട്ട്സ് A and B divided into എന്നുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് സപ്പോസ് A divided into M classes, suppose A divided into M classes, A1, A2, etc., A1, A2, etc., AM, and the attribute B divided into N classes, B1, etc., B1, B2, etc., Bn. ഒന്നുകൂടി ഞാൻ പറയാം. Let there be two attributes A and B. For example, gender versus educational level, smoking habits versus cause of death, and so on. Suppose A divided into M classes, A1, A2, etc., AM, and the attribute B divided into N classes, B1, B2, etc., Bn. എഴുതിയോ? The various cell frequencies can be expressed in the following table. The various cell frequencies can be expressed in the following table, having M rows and N columns. The various cell frequencies can be expressed in the following table, having M rows and N columns. എന്നിട്ട് നമ്മൾ ഈ കോളം വരയ്ക്കുക, ഈ ടേബിൾ വരയ്ക്കുക. B divided into B1, B2, etc., Bj, etc., Bn. A divided into A1, A2, etc., AI, etc., AM. Aisha.
ഇവിടെ നോക്കാം, A1 ഉം B1 ഉം കൂടി വരുന്നവരുടെ സെൽഫ് ഫ്രീക്വൻസിനെ നമ്മൾ F11 എന്ന് ഡിനോട്ട് ചെയ്തു. A1 ഉം B2 ആവുമ്പോൾ F12 എക്സെട്ര F1J എക്സെട്ര F1N. സിമിലർലി എയുടെ സെക്കൻഡ് ആട്രിബ്യൂട്ടും B1 കൂടി A2 ഉം B1 ഉം കൂടി വരുമ്പോൾ എന്ത് വരും? F21. ഇതൊരു മെട്രിക്സ് എഴുതുന്ന പോലെയാണ് കേട്ടോ. F22 എക്സെട്ര F2J എക്സെട്ര F2N എക്സെട്ര Fi1 Fi2 എക്സെട്ര Fij എക്സെട്ര Fin എക്സെട്ര Fm1 Fm2 എക്സെട്ര Fmj എക്സെട്ര Fmn. ഇങ്ങനെയായിരിക്കും നമുക്ക് ഡാറ്റ തരിക. അതായത് A എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിന് M സബ് ഡിവിഷൻസ് ഉണ്ടെന്നും B എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിന് N സബ് ഡിവിഷൻസ് ഉണ്ടെന്നും നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ A1 ഉം B1 ഉം അങ്ങനെയുള്ള ഓരോ കോമ്പിനേഷനും വരുന്ന സെൽഫ് ഫ്രീക്വൻസികൾക്ക് നമ്മൾ Fij എന്നുള്ള പേരിൽ കൊടുത്തു. അതാണ് F11 F12 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. മനസ്സിലായോ? അവസാനം വരച്ചു കഴിഞ്ഞാൽ പറയാം. എഴുതിയോ? വരച്ചോ? Okay. Here Fij is the frequency of the occurrence of the joint event AI, Bj. Fi is the frequency of the occurrence of the event AI, and Fj denote the frequency of the occurrence of the event Bj. സെൽഫ് ഫ്രീക്വൻസിയിൽ Fij എന്ന് പറയുമ്പോൾ AI-യും BJ-യും കൂടി വരുമ്പോൾ ഉള്ള ഫ്രീക്വൻസിയാണ് Fij. Fi മാത്രമാണെങ്കിൽ അത് AI എന്നുള്ള ഇവന്റ് മാത്രം ഒക്കർ ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസിയും Fj എന്ന് പറയുന്നത് BJ എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് ഒക്കർ ചെയ്യുമ്പോഴുള്ള സെൽഫ് ഫ്രീക്വൻസിയുമാണ്. Such a table is called M/N contingency table. Such a table is called M/N contingency table. M/N എങ്ങനെ എഴുതാ? നമ്മൾ മെട്രിക്സ് ഒക്കെ എഴുതില്ലേ? M/N contingency table. ഇങ്ങനെയുള്ള ടേബിളിന് പറയുന്നതാണ് കണ്ടിൻജൻസി ടേബിൾ. സോ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് കണ്ടിൻജൻസി ടേബിളിന്റെ ഫോർമാറ്റിലാണ് ഡാറ്റ തരിക. Here we wish to test H0 such that A and B are independent against H1 such that
A and B are dependent. A and B are dependent. The test statistic used for testing the above hypothesis is given by chi-square equal to summation I equal to 1 to m summation j equal to 1 to n Oij minus Eij the whole square divided by Eij. നമ്മൾ നേരത്തെ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൽ പഠിച്ച പോലെ തന്നെ അവിടെ OI മൈനസ് EI ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, I equal to 1 to m ഉം j equal to 1 to n ഉം. അതുകൊണ്ട് Oij minus Eij the whole square divided by Eij. അതിൽ നമുക്ക് ടേബിളിൽ തന്നിരിക്കുന്നതാണ് OIJ-കൾ. EIJ-കൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിപെൻഡൻസിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൽ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. Here the test statistic chi-square follows chi-square distribution. Here the test statistic chi-square follows chi-square distribution with m minus 1 into n minus 1 degrees of freedom. M minus 1 into n minus 1 degrees of freedom. For a given level of significance alpha, the best critical region for testing the above hypothesis is given by omega equal to chi-square greater than chi-square alpha അമ്മ എൻ്റെ കാൽക്കുലേറ്റർ കൊണ്ടുവരോ? where chi-square alpha is obtained from chi-square table for alpha level of significance and for m minus 1 into n minus 1 degrees of freedom and for m minus 1 into n minus 1 degrees of freedom. എഴുതിയോ? ഒരു സെക്കൻഡ്.
താഴെ എഴുതു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കൈ സ്ക്വയർ. Calculate the value of chi square, and if it lies in the critical region, calculate the value of chi square, and if it lies in the critical region, reject its not, otherwise accept it. Idea. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കൈസ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പൊ നമ്മൾ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ ലെവലോ സ്മോക്കിംഗ് ഹാബിറ്റ്സോ അങ്ങനെ ഏതിന്റെങ്കിലും 1-2 ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇത് തന്നെ ആവാം. എന്ത്, എഡ്യൂക്കേഷണൽ ലെവലോ ജെൻഡറോ സ്മോക്കിംഗ് ഹാബിറ്റ്സോ കോസ് ഓഫ് ഡെത്ത് ഒക്കെ ആവാം. അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അവ തമ്മിൽ ഡിപെൻഡൻസ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈസ്ക്വയർ ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഡാറ്റ ഒരു കണ്ടിൻജൻസി ടേബിൾ എന്നാണ് പറയുക. നമുക്കൊരു M/N ടേബിളിന്റെ ഫോർമാറ്റ് നമ്മൾ എഴുതിയിരുന്നു. അങ്ങനെ ടേബിളിൽ ഡാറ്റ തരുന്നതിന് നമ്മൾ കണ്ടിൻജൻസി ടേബിൾ എന്നാ പറയുക. അങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലാണ് തരിക. അപ്പൊ ജനറലി നമ്മൾ 2 ആട്രിബ്യൂട്ട്സ് എടുത്തു, എയും ബിയും. അതിൽ എക്ക് M സബ് ഡിവിഷൻസ് ഉണ്ടെന്നും ബിക്ക് N സബ് ഡിവിഷൻസ് ഉണ്ടെന്നും നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണോ അതോ ഡിപെൻഡന്റ് ആണോ എന്നാണ്. അപ്പൊ ആ തന്നിരിക്കുന്ന സെൽ ഫ്രീക്വൻസീസ്, അതായത് എയുടെയും ബിയുടെയും ഡിഫറെന്റ് കോമ്പിനേഷൻസിന് വരുന്ന ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എന്ന് പറയാം. എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് ഞാൻ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് കൈ സ്ക്വയർ ഈക്വൽ ടു summation over i summation over j oij minus eij whole square by eij, where oijs are observed frequencies and eijs are expected frequencies. ഇവിടെ ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൈ സ്ക്വയർ ആണ് with m-1 into n-1 degrees of freedom. സോ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് കൈ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ടേബിളിൽ ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് m-1 into n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ വി റിജക്ട് h നോട്ട്, അതർവൈസ് വി അക്സെപ്റ്റ് ഇറ്റ്. മനസ്സിലായോ? ഒരു പ്രോബ്ലം ഇല്ല. The following table shows the number of plants having certain character shows the number of plants having certain character. Test the hypothesis that the flower color is independent of flatness of leaves. Flower color independent of flatness of leaves. എഴുതിയോ? ഇപ്പൊ ഡാറ്റ എഴുതിക്കോളാ. ലീവ്സ്, ബാർ, ഫ്ലവേഴ്സ്. നമ്മൾ എ ആൻഡ് ബി എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ 2 ആട്രിബ്യൂട്ട് ആണ് ലീവ്സും ഫ്ലവേഴ്സും. അതിൽ നമ്മൾ ലീവ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണോ? ഫ്ലാറ്റ് ലീവ്സ് എന്നും കേൾഡ് ലീവ്സ്, 2 സബ് കാറ്റഗറി. ഇവിടെ ഫ്ലവേഴ്സ് വൈറ്റ് ഫ്ലവേഴ്സും
റെഡ് ഫ്ലവേഴ്സും. ഇവിടുത്തെ വാല്യൂ 99, ഇവിടെ 36, 25. ടോട്ടൽ ഇവിടെ 135, 25. റോ ടോട്ടൽ, കോളം ടോട്ടൽ 119, 41, 160. എഴുതിയോ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. ഇറ്റ്സ് നോട്ട് സച്ച് ദാറ്റ് ദ ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ് അഗെയിൻസ്റ്റ് ഇറ്റ് വൺ സച്ച് ദാറ്റ് ഫ്ലവർ കളർ ഈസ് ഡിപെൻഡന്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം ആദ്യം. അപ്പൊ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്കറിയാം, chi² = summation over i summation over j oij minus eij whole square by eij. ഇവിടെ എമ്മും എന്നും എന്താണ്? എമ്മും 2 ആണ്, എന്നും 2 ആണ് അല്ലെ? ലീവ്സിനും 2 ആട്രിബ്യൂട്ട്സേ ഉള്ളൂ, ഫ്ലവേഴ്സിനും 2 ഉള്ളൂ, 2 സബ് ഡിവിഷൻസേ ഉള്ളൂ. അതുകൊണ്ട് എമ്മും എന്നും നമുക്ക് ഇവിടെ 2 ആണ്. അപ്പൊ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ chi² = summation i = 1 to 2 summation j = 1 to 2 oij minus eij the whole square divided by eij. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് i 1 ആവുമ്പോ j 1 to 2 പോകണം. അതായത് o11 minus e11 whole square by എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ എടുക്കണം. o11 minus e11 the whole square by e11 ഇതായിരിക്കും ഫസ്റ്റത്തെ. പ്ലസ് o12 minus e12 the whole square by e12 ഇതാണ് രണ്ടാമത്തെ ടേം. ഇനി o21 minus e21 the whole square divided by e21 plus o22 minus e22 the whole square divided by e22. ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഐയുടെയും ജെയുടെയും എല്ലാ പോസിബിൾ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ആദ്യം ഐനെ 1 നിർത്തിയിട്ട് ജെക്ക് 1 to 2 കൊടുക്കുക, പിന്നെ ഐനെ 2 നിർത്തിയിട്ട് ജെക്ക് 1 to 2 കൊടുക്കുക. അപ്പൊ എല്ലാ പോസിബിൾ കോമ്പിനേഷനും കിട്ടും. അതില് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ തന്നിരിക്കുന്നതാണ്. ഇതാണ് o11, this is o12, this is o21 and this is o22. അപ്പൊ ഒബ്സർവ്ഡ് ഫ്രീക്വൻസികൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ഉണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? e11 അല്ലേ? മനസ്സിലായോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതിയതൊക്കെ? ഓക്കെ, OIJ-കൾ നമുക്കറിയാം. നമുക്ക് വേണ്ടത് e11. ഇവിടെ ശ്രദ്ധിക്കുക, ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. e11 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് o11 ഇൻറ്റു, അതായത് 99 ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് റോ ടോട്ടൽ. മനസ്സിലാവുണ്ടോ? അല്ല സോറി, 99 ഇൻറ്റു അല്ല, തെറ്റിപ്പോയതാണ്. ഒരു സെക്കൻഡ്. e11 എന്ന് പറയുന്നത് നമുക്ക് e11 പറഞ്ഞാൽ ഇവിടുത്തെ e11 ആണ്. o11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള e11 ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ, അതായത് 135 ഇൻറ്റു ഈ ഒബ്സർവേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ടോട്ടൽ, അതായത് 119 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 160. ഇതായിരിക്കും e11. മനസ്സിലായോ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഇതിന്റെ കോളം ടോട്ടൽ ഹോൾ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ഇനി അതുപോലെ e12 എന്ന് പറയുമ്പോഴോ e12 ഇവിടെയാണ് വരുന്നത്. അപ്പൊ റോ ടോട്ടലിന് മാറ്റമൊന്നുമില്ല, 135 തന്നെ. ബട്ട് കോളം ടോട്ടൽ എന്തായി? 41 വരും. ഗ്രാൻഡ് ടോട്ടൽ 160 തന്നെ. ഇനി e21 എന്ന് പറഞ്ഞാൽ റോ ടോട്ടൽ വ്യത്യാസമുണ്ട്, 25 ആണ്. ബട്ട് കോളം ടോട്ടൽ 119 ആണ്, ഡിവൈഡഡ് ബൈ 160. മനസ്സിലായോ? സിമിലർലി e22 എന്ത് വരും? e22 പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ 25 ഇൻറ്റു കോളം ടോട്ടൽ 41 ഡിവൈഡഡ് ബൈ 160. മനസ്സിലായോ? അപ്പൊ ഏത് സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് ആണോ വേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ ഡിവൈഡഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ടോട്ടൽ ഹോൾ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അങ്ങനെ കിട്ടുന്നതാണ് EIJ-കൾ.
മനസ്സിലായോ? അപ്പൊ ഈ ഐജകൾ കണ്ടുപിടിക്കുക, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് chi-squareന്റെ വാല്യൂ പറയാ, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. കിട്ടുണ്ടോ? ചെയ്തോണ്ടിരിക്കുക. മെസ്സേജ് ചെയ്യാം. ചെയ്തോണ്ടിരിക്കുക. ഇനി ടേബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ തരാത്തതുകൊണ്ട് ആൽഫ നമുക്ക് 0.05 എടുക്കാം.
നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ എന്താ m-1 ഇൻറ്റു n-1 എന്ന് പറഞ്ഞാൽ m 2 ആണ് n 2 ആണ്. സോ 2 - 1 ഇൻറ്റു 2 - 1 എന്താ വരിക 1 തന്നെ. അപ്പൊ chi സ്ക്വയർ 0.05, 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും 0.05ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ എത്ര വരിക 3.841. നമ്മുടെ ഇവിടെ chi സ്ക്വയറിന്റെ വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ 0.249 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 3.841 ഈക്വൽ ടു chi സ്ക്വയർ 0.05, 1. അതായത് നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ എന്ത് ചെയ്യും അപ്പോ റിജക്ഷൻ റീജിയനിലാണോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ സോ വി അക്സെപ്റ്റ് ഇറ്റ്സ് നോട്ട്. അതായത് ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ് അല്ലേ. ഫ്ലവർ കളർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്ലാറ്റ്നെസ് ഓഫ് ലീവ്സ്. അപ്പൊ ഇതിപ്പോ നമുക്ക് 2/2 ആണ്, അല്ല 2/3 തന്നാലും ഇതേപോലെ തന്നെ OIJ-കൾ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് ആണ് കാണേണ്ടത്. അപ്പൊ ഏത് സെൽഫ് ഫ്രീക്വൻസിയുടെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണോ കാണേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ടോട്ടൽ ഹോൾ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അതാണ് എല്ലാത്തിലും ചെയ്യേണ്ടത് ഈ IJ-കൾ കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഏതാ? Show that in a 2/2 contingency table, contingency table എഴുതിയിട്ട് ടേബിൾ എഴുതുക. A B C D സെൽഫ് ഫ്രീക്വൻസീസേ തന്നിട്ടുള്ളൂ, the chi square calculated from independent frequency is chi square equal to capital N into AD minus BC the whole square divided by A plus B into C plus D into B plus D into A plus C, where capital N equal to A plus B plus C plus D. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. Show that in a 2/2 contingency table where the frequencies are A, B, C, D എന്ന് തന്നിട്ടുണ്ട്, the chi square calculated from independent frequency is chi square equal to ആ ബോർഡിൽ ഇരിക്കുന്നത് നമുക്ക് ബോർഡിൽ എഴുതിയത് പ്രൂവ് ചെയ്യണം. എഴുതിയോ? ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറയാം. ഇവിടെ നോക്കുക, നമ്മൾ ആ ടേബിളിന് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതാണ്. ക്ലാസ്സസ് 2 എണ്ണമാണ് ഉള്ളത്, ഒന്ന് എയും ഒന്ന് നോട്ട് എയും, എ അല്ലാത്തതും. പിന്നെ ഒന്നിനെ നമ്മൾ ബിയും നോട്ട് ബി അല്ലാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചു. തന്നിരിക്കുന്ന സെൽഫ് ഫ്രീക്വൻസീസ് ABCD അല്ലെ, ഇതല്ലേ ടേബിൾ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ റോ ടോട്ടൽ എഴുതാണ്. ഇവിടെ റോ ടോട്ടൽ A plus B, ഇവിടുത്തെ റോ ടോട്ടൽ C plus D. ഇനി കോളം ടോട്ടൽ എഴുതാണ്. ഇവിടുത്തെ കോളം ടോട്ടൽ A plus C, ഇവിടുത്തെ കോളം ടോട്ടൽ B plus D. സോ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ A plus B plus C plus D. അതിന് ക്യാപിറ്റൽ N എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് വേണം അല്ലേ. നമ്മുടെ chi square എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? chi square equal to summation I equal to ഇവിടെ M ഉം
2 ആണ്, n ഉം 2 ആണ് അല്ലേ? സോ സമ്മേഷൻ i ഈക്വൽ ടു 1 to 2, സമ്മേഷൻ j ഈക്വൽ ടു 1 to 2 oij മൈനസ് eij ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ eij. അപ്പൊ നമ്മളത് ബ്രാക്കറ്റ് മാറ്റി എഴുതിയാൽ o11 മൈനസ് e11 ദ ഹോൾ സ്ക്വയർ ബൈ e11 പ്ലസ് o12 മൈനസ് e12 ദ ഹോൾ സ്ക്വയർ ബൈ e12 പ്ലസ് o21 minus e21 the whole square by e21 plus o22 minus e22 the whole square by e22. ഇതാണ് നമ്മുടെ കൈ സ്ക്വയർ. അതിൽ o11കൾ നമുക്കറിയാം. ഇതാണ് o11, ഇതാണ് o12, ഇത് o21, ഇത് o22. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? e11കൾ e12, e21, e22 കണ്ടുപിടിക്കണം. അപ്പൊ e11 കാണാൻ ഞാൻ പറഞ്ഞു ഏത് സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് റോ ടോട്ടൽ അതായത് എ പ്ലസ് ബി ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് കോളൺ ടോട്ടൽ അതായത് എ പ്ലസ് സി ഹോൾ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ അതായത് ക്യാപിറ്റൽ എൻ. അല്ലെ? എങ്ങനെയല്ലേ e11 കാണാ? അങ്ങനെയാണെങ്കിൽ e12 പറയൂ. e12 എന്താ വരിക? a plus b into b plus d divided by n. e21 എന്ത് വരും? c plus d into a plus c divided by n. e22 എന്താ വരിക? c plus d into b plus d divided by n. ഇനി എന്ത് ചെയ്യാ? ഈ കിട്ടിയ o11കൾ നമുക്കറിയാം, e11കൾ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് കൈ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഇത് എഴുതൂ. പ്രൂഫ് എഴുതുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്രൂഫ്. The above table can be rewritten as എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിനെ നമ്മൾ ഇങ്ങനെ മാറ്റി വരയ്ക്കുക. ഇത് ടോട്ടൽ ആണ്. ക്ലാസ്സസ് എ നോട്ട് എ, ബി നോട്ട് ബി, ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വരയ്ക്കുക. വരച്ചു. മിസ്.